ഈ മാത്സ് പരീക്ഷയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുക എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരിക്കും നിങ്ങൾ അല്ലേ. മലയാള പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് വരിക എന്നുള്ള കാര്യം മാഷ് പറഞ്ഞു, അത് തന്നെ ചോദിച്ചിട്ടുള്ളൂ. ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എന്തൊക്കെ വരുന്നു മാഷ് പറഞ്ഞു, അത് തന്നെ ചോദിച്ചിട്ടുള്ളൂ. ഈ മാത്സ് പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് വരിക എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? മാത്സ് പരീക്ഷയ്ക്കും അതുപോലെ എക്സാമിന് എന്താണ് വരിക അതേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മാഷ് എത്തിയിട്ടുള്ളത്. അപ്പോൾ മാഷ് ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ മാത്സ് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഈ എല്ലാ ചോദ്യങ്ങളും ഫുൾ മാർക്ക് കിട്ടുന്ന രൂപത്തിൽ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മാഷ് ഇത് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ലൈവ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാത്സ് പരീക്ഷയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയാണ് മാത്സ് പരീക്ഷയ്ക്ക് വരിക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. മാത്സ് പരീക്ഷയ്ക്ക് വരുന്ന പ്രവർത്തനങ്ങളാണിത്. ഒരു പ്രവർത്തനം ഇങ്ങനെ ആയിരിക്കും. ആ പ്രവർത്തനം തന്നിട്ട് അതിൽ കുറച്ച് അളവുകൾ തന്നിട്ട് ആ അളവിൽ ഏറ്റവും വലിയ അളവ് ഏതാണ്, ഏറ്റവും വലിയ സംഖ്യ ഏതാണ്, ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്, ആ നമ്പേഴ്സിനൊക്കെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിക്കുക ഇങ്ങനെ ചോദിക്കും. അപ്പോൾ 4 ഡിജിറ്റ് നമ്പേഴ്സിനെ വരെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിക്കാനും വലിയ നമ്പർ ഏതാ ചെറിയ നമ്പർ ഏതാന്ന് കണ്ടെത്താൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണോ. നമുക്ക് സിമ്പിളായിട്ട് കണ്ടെത്താവുന്നേ ഉള്ളൂ. അതിനുള്ള ട്രിക്കൊക്കെ മാഷ് പറഞ്ഞിട്ടുണ്ടോ ഇന്നത്തെ ലൈവില്. പിന്നെ അതുപോലെ അതൊരു ആക്ടിവിറ്റി മലയാളികൾക്കും ഇംഗ്ലീഷുകാർക്കും ഇവിടെ എഴുതിയിട്ടുണ്ട് മാഷ്. ഇനി അടുത്ത ആക്ടിവിറ്റി സമയം, അതുപോലെ കലണ്ടർ, അതായത് ടൈമിൻ്റെയും കലണ്ടറിൻ്റെയും ചോദ്യം. അത് നമ്മുടെ അടുത്ത ദിവസത്തെ മാത്സ് പരീക്ഷയ്ക്ക് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട് കേട്ടോ. അത് ഏത് രൂപത്തിലുള്ള ചോദ്യമാണെന്ന് മാഷ് ലൈവിൽ പറഞ്ഞിരുന്നുണ്ട്. പിന്നെ അതുപോലെ അടുത്ത ചോദ്യം 1000, 100, 10, 1, 1000, 100, 10, 1 ഈ ചോദ്യങ്ങളും ഇതെല്ലാം കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ചോദ്യവും അടുത്ത ദിവസത്തെ മാത്സ് പരീക്ഷയ്ക്ക് ഉണ്ട്. പിന്നെ അതുപോലെ അടുത്ത ദിവസത്തെ മാത്സ് പരീക്ഷയുള്ള അടുത്ത ചോദ്യമാണ് പാറ്റേൺ. അതായത് ഒരു പാറ്റേൺ തന്നിട്ട് അതിന് ബാക്കി ഭാഗങ്ങൾ നമ്മൾ പൂരിപ്പിക്കണം. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഉത്തരം ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്രവർത്തനമാണ് പാറ്റേൺ അല്ലേ. അപ്പോൾ പാറ്റേണിൻ്റെ ചോദ്യം നാളത്തെ എക്സാമിനുണ്ട്. പിന്നെ അതുപോലെ അടുത്ത ചോദ്യമാണ് ലെറ്റേഴ്സ് ടു നമ്പറും നമ്പേഴ്സ് ടു ലെറ്ററും. അതായത് ഒരു നമ്പർ അക്ഷരത്തിൽ തരും, എന്നിട്ട് അതിൻ്റെ നമ്പർ രൂപത്തിൽ നമ്മൾ എഴുതണം. പിന്നെ അതുപോലെ നമ്പർ തന്നിട്ട് അതിൻ്റെ അക്ഷരത്തിൻ്റെ രൂപത്തിൽ എഴുതണം. ആ രൂപത്തിലുള്ള ചോദ്യം അടുത്ത ദിവസം എക്സാമിനുണ്ട്. അതും പഠിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതും നിങ്ങൾ പഠിക്കണം. പിന്നെ അതുപോലെ 4 അക്ക നമ്പറുകൾ തമ്മിൽ കൂട്ടാൻ 4 ഡിജിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളും നാളത്തെ എക്സാമിനുണ്ട്. അപ്പോൾ 4 ഡിജിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യാനും 4 ഡിജിറ്റും 3 ഡിജിറ്റും ആഡ് ചെയ്യാനും ഈ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് നാളത്തെ എക്സാമിന് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നാളത്തെ എക്സാമിനുള്ളതാണ്. അപ്പോൾ മാഷ് പറഞ്ഞിട്ടുള്ള ഈ കുറച്ച് പ്രവർത്തനങ്ങൾ, വളരെ കുറേ പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടില്ല, ഈ പ്രവർത്തനങ്ങളൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ നാളത്തെ എക്സാമിന് പോവുക. അതുപോലെ എങ്ങനെ ചെയ്യാന്നുള്ള കാര്യം മാഷ് ഇന്നത്തെ ലൈവിൽ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഇന്നത്തെ ലൈവിലോട്ട് വരിക, ഇന്നത്തെ ലൈവ് കാണാം കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ലൈവിന് ശേഷം നിങ്ങൾക്ക് നോക്കി പഠിക്കാൻ വേണ്ടി എല്ലാ ചോദ്യ പേപ്പറുകളും ക്വസ്റ്റ്യൻസും നോക്കി പഠിക്കാൻ വേണ്ടി മെറ്റീരിയൽസും ഒക്കെ ഫ്രീ ആയിട്ട്, ക്ലാസ് ഫ്രീ ആണ്. അതുപോലെ ഈ നോട്ട്സ് ഒക്കെ ഫ്രീ ആണ്. ഈ ഫ്രീ ആയിട്ടുള്ള നോട്ടൊക്കെ എവിടെ കിട്ടുക? നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാണ് കിട്ടുക. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊരു നോട്ട് അയച്ചുതരും. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ചിട്ട് എല്ലാവരും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് വേണ്ട നോട്ടുകളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസത്തെ മാത്സ് പരീക്ഷ A ഗ്രേഡ് നേടാം. എല്ലാവരും ലൈവിലോട്ട് വരിക, നമുക്ക് അവിടെ എല്ലാ കാര്യങ്ങളും പഠിക്കാം. കുട്ടിപ്പാട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. മാഷ് പോകാം കേട്ടോ. ബൈ ബൈ.